വണ്ടി എടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ചയായിട്ട് കാര്യമായിട്ടൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല. ഭയങ്കര തിരക്കായിരുന്നു ഓഫീസിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ ഇപ്പോഴാണ് ഇറങ്ങിയത്. നല്ല വെതറും. മുമ്പിൽ വിജോ, ബാക്കിൽ അശോക്, അമ്മ 2 റൈഡേഴ്സ് ഉണ്ട്. പുള്ളിയുടെ ഹോണ്ട NT100 ആണ്, NT1100. അശോകിൻ്റെ വണ്ടി അടിക്കാട്ടി മോൺസ്റ്റർ. എനിക്ക് തോന്നുന്നു 19 ഡിഗ്രിയാണ്. 19 ഡിഗ്രി UK കിട്ടൽ സമ്മറിലാവുമ്പോഴേക്കാണെങ്കിൽ ഓക്കെ. സ്പ്രിങ് ആണ്, മിഡ് ഓഫ് സ്പ്രിങ്. അപ്പം 19 ഡിഗ്രി നല്ല നല്ല വാമാണ്, നല്ല ബ്രൈറ്റ് ആൻഡ് സണ്ണിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ബൈക്സ് ഉണ്ട്. ഞാനിപ്പം ഇവിടെ നമ്മൾ താമസിക്കാൻ അടുത്ത് തന്നെ ഒരു ബൈക്ക് സ്റ്റോപ്പ് ഉണ്ട്, അവിടെ ഒരു ഷോപ്പാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ എല്ലാവരും വന്ന് മീറ്റപ്പ് ചെയ്തിട്ട് അങ്ങനെ റൈഡ് പോകാറ്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. ഫോർട്ടിയാണ് 30ആണ് 40. അതിന് ക്യാമറ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു, അതുകൊണ്ട് തന്നെ എല്ലാവരും തോന്നിയ പോലെ പോക്കാം. ഇതിൻ്റെ സെൽഫ് ക്യാൻസലിംഗ് ഇൻഡിക്കേറ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൂ. ടേണൊക്കെ എടുക്കാൻ വേണ്ടി ഇൻഡിക്കേറ്റർ ഓണാക്കിയാലും ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസൽ ആവുന്നുണ്ട്. ദാറ്റ്സ് നൈസ്. പക്ഷെ നമ്മൾ ബാൽഡോഗ് എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ കുറച്ച് ബൈക്കേഴ്സിൻ്റെ ഒരു പിറ്റ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ വരെ വൈഡ് പോകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് വെറുതെ ഇറങ്ങിയത്. ചുമ്മാ ഒരു ഷോർട്ട് റൈഡ്. ഇഷ്ടമാണ്. ശരിക്കും എനിക്കൊന്ന് ഓഫ് റോഡ് എടുത്തുകൊണ്ട് പോകണം, പക്ഷേ ഞാൻ അതിനുള്ള സെറ്റപ്പൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഒരു വാഷ് പ്ലേറ്റും ഹാൻഡ് ഗാർഡൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷേ ഒന്നും ഫിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. ഒരു ബാൽഡോഗ് ടൗൺ, വെരി നൈസ് പ്ലേസ്. ഈ കാണുന്നത് യമഹയുടെ ടെനറി 700. ഞാനെപ്പോഴും അസൂയോടുകൂടി നോക്കുന്ന ബൈക്കാണ്. എനിക്കിത് മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ വീഡിയോ കാണുന്ന പോലെ തന്നെ വണ്ടി എനിക്ക് അത്രയും ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അതിലുപരി വളരെ ടോപ്പ് ഹെവിയുമാണ്. ടോപ്പ് ഹെവി ആയതുകൊണ്ട് തന്നെ വണ്ടി ചെരിഞ്ഞു കഴിഞ്ഞാൽ ലിഫ്റ്റ് ചെയ്യലൊക്കെ ഇച്ചിരി ചടങ്ങാണ്. ഓഫ് റോഡിൽ അതൊരു മെയിൻ കൺസ്ട്രെയിൻ തന്നെയാണ്. അതായിരുന്നു ഞാൻ ഈ വണ്ടി എടുക്കാതിരിക്കാനുള്ള പ്രധാന കാരണം. പക്ഷെ ഞാൻ മുമ്പും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഓഫ് റോഡിന് ഹൈലി കേപ്പബിൾ ആയിട്ടുള്ള ഒരു മിഡിൽ വെയ്റ്റ് അഡ്വഞ്ചറാണ്. ആ പ്രൈസിങ്ങിൽ അത് ശരിക്കും വർത്താണ്. ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക. കാരണം എനിക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ച പോലെ ആ വണ്ടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. അതുകൊണ്ട് മാത്രമാണ് ആ വണ്ടി ഞാൻ മേടിക്കാതെ പോയത്. പക്ഷേ ലുക്ക് വൈസ് എൻ്റെ ഫേവറേറ്റ് ആണ് ടെനറി 700. ദാക്കർ റാലിയിലൊക്കെ യൂസ് ചെയ്യുന്ന വണ്ടികൾ റിമൈൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫീലാണ്. അഗെയിൻ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ ചാനലുണ്ട്, ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം, കണ്ടുനോക്കൂ. ഇവിടുന്ന് ഒരു കോഫി കഴിച്ച് ഞങ്ങൾ പതുക്കെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് മൂവ് ചെയ്തു. ഇല്ലാഞ്ഞിട്ടല്ലേ? എന്റെ ഇത് ഞാൻ വേറെ മേടിച്ചിട്ടു. വലിയ പൈസ ഒന്നുമില്ല, പക്ഷെ അടിപൊളി ഡാമ്പിങ് ഉണ്ട്. ഇത് ചോദിക്കാം, അത്യാവശ്യം ആരെ റെക്കമെൻഡ് ചെയ്തു ഓൺലൈനിൽ, അപ്പൊ അങ്ങനെ മേടിച്ചു. ഞാൻ മാപ്പ് ഇടുന്നില്ല, നിങ്ങൾ ഫോളോ ചെയ്താൽ പോരെ. ലോക്ക് എടുത്തില്ല. Scrambler. Aircraft maintenance center, and you can find almost all kind of bikes here. Pretty nice place, man. Oh, here are the cruisers. Harley, Triumph, Harley. Oh, wow! Look at this. BMW 100 Harris.
Going down with the machine, man. Look at that. Wow. എത്ര കൊല്ലം പഴക്കമുള്ളതായിരിക്കും? അവിടുന്ന് ഞങ്ങൾ പോയത് ഷട്ടിൽ വർത്ത് എന്നുള്ള സ്ഥലത്തേക്കാണ്. പിന്നീട് ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഗൂഗിളിൽ തപ്പി നോക്കിയപ്പോഴാണ് ഇതിന്റെ ശരിക്കുള്ള ഹിസ്റ്ററി മനസ്സിലായത്. 1940 റോയൽ എയർഫോഴ്സിന്റെ ഒരു ട്രെയിനിങ്ങിൽ മരണപ്പെട്ട റിച്ചാർഡ് ഷട്ടിൽവർത്ത് എന്നൊരു ഏവിയേറ്ററുടെ ഓർമ്മയ്ക്ക് അദ്ദേഹത്തിന്റെ അമ്മ സ്പോൺസർ ചെയ്ത ഒരു ഏവിയേഷൻ സെന്ററാണിത്. ഇതൊരു ലൈവ് ഏവിയേഷൻ സെന്റർ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് തന്നെ ചില ഫ്ലൈറ്റുകൾ ടേക്ക് ഓഫ് ചെയ്യുന്ന ലാൻഡ് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. ഒപ്പം തന്നെ അദ്ദേഹം ഒരു മോട്ടോർ സൈക്കിൾസ് കൂടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരുപാട് മോട്ടോർ സൈക്കിൾസിൽ ഇവിടെ വരുന്നുണ്ട്. നല്ല വെതറാണെങ്കിൽ പുറത്തിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ വരുന്ന മോട്ടോർ സൈക്കിൾസിനൊക്കെ നോക്കിയിരിക്കുക എന്നുള്ളതൊരു പ്രത്യേക ഫീലാണ്. ഡെഫിനറ്റ്ലി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇൻട്രസ്റ്റ് ആണെങ്കിൽ ലിങ്ക് താഴെ കൊടുക്കാം. അവിടുന്ന് ഞങ്ങൾ പിന്നെയും കുറച്ച് ട്വിസ്റ്റീസൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയിരുന്നു. അപ്പോഴേക്കും DJ ആക്ഷൻ ക്യാമറ ഷട്ട് ഡൗൺ ആയി. അതുകൊണ്ട് പുതിയ ഫുട്ടേജ് ഒന്നും കളക്ട് ചെയ്യാൻ പറ്റിയില്ല. ഇതുപോലുള്ള റൈഡിങ് വീഡിയോസൊക്കെ ഇനിയും ചാനൽ അപ്ലോഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പം ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കൺസിഡർ സബ്സ്ക്രൈബിങ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗൈസ്, ടേക്ക് കെയർ, റൈഡ് സേഫ്, ആൻഡ് ഐ വിൽ സീ അനദർ വൺ. പീസ്.